ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് AIPUBC നടത്തി വരുന്ന വചന പ്രഭാഷണ പരമ്പരയുടെ സന്ധിപ്പനായി ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ചില എപ്പിസോഡുകളിലായി തുടർമാനമായി നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ എപ്പിസോഡിലും അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇതിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ സ്നേഹിതരുടെയും ബന്ധുക്കളുടെയൊക്കെ വാട്സപ്പ് നമ്പറും അയച്ചു തന്നാൽ ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഈ സന്ദേശം അയച്ചു കൊടുക്കുന്നതായിരിക്കും. കഴിയുന്നവരെയൊക്കെ നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. യൂട്യൂബിൽ AFUBC ചാനൽ മെസ്സേജ് ഓഫ് ഗോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിലും ഈ സന്ദേശങ്ങൾ കേൾക്കുവാനും കാണാനും കഴിയും. മറ്റുള്ളവരോട് പറയുക, എങ്ങനെയെങ്കിലും ചിലരെങ്കിലും യേശുവിനെ അറിയുവാൻ ഇതൊരു കാരണമായി തീരട്ടെ, ചിലരെങ്കിലും ക്രിസ്തു വളരുവാൻ ഇതൊരു കാരണമായി തീരട്ടെ. അതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. റോമാലേഖനം 7-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ എന്ന് കാണുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശമരണം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു ഗുണവിശേഷമാണ് നാം എന്ത് ചെയ്യണം? ദൈവത്തിന് ഫലം കായ്ക്കുവാനിട വരയണം. നമ്മുടെ നാട്ടിൽ സാധാരണ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. പലരുടെയും ആത്മീയ ജീവിതത്തിന്റെ നിലവാരം ഈ പറഞ്ഞ പഴഞ്ചൊല്ല് പോലെയാണ്. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. ചിലര് നട്ടപ്പോൾ ഒരു കോട്ട ഉണ്ടായിരുന്നെങ്കിൽ പറിച്ചപ്പോൾ അതിലും കുറഞ്ഞു പോയ ആളുകളും ഇല്ലാതില്ല. അങ്ങനെയുള്ള സമൂഹത്തിന് നടുവിലാണ് ദൈവത്തിന് ആത്മാ പറയുക, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ പ്രശംസിക്കണമെങ്കിൽ, കർത്താവായ യേശു മരിച്ച് നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ ഫലമില്ലാത്ത അത്തിയെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി കാണാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്തിനൊക്കെയും വെട്ടി തീയിലിടും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സ്നേഹിത, നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കാം. മാതാവേ, നിങ്ങളൊരു വിശ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു സുവിശേഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരു പാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരു പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരു അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതൃത്വ നിലകളിൽ സഹായിയായോ അസിസ്റ്റന്റായോ സെക്രട്ടറിയായോ പ്രസിഡന്റായോ രക്ഷാധികാരിയായോ ട്രഷറായോ കമ്മിറ്റി അംഗമായോ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം. ആ നിങ്ങളുടെ സ്ഥാനം ഏതുമാകട്ടെ, ചോദ്യം ഇതാണ്, ഫലം കായ്ക്കുന്നുണ്ടോ? ഫലം കായ്ക്കുന്നുണ്ടോ? യജമാനൻ വരുമ്പോൾ യജമാനന് കൊടുക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഫലം കയ്യിലുണ്ടോ? നിങ്ങൾ ആക്കി വെച്ചിരുന്നത് ഫലം കായ്പാനാണ്. യജമാനൻ തോട്ടത്തിൽ നട്ടുപിടിച്ചത് ഫലം കായ്ക്കുവാനാണ്. ഇവിടെ കസേര ഉറപ്പിക്കാനല്ല, ആരെങ്കിലും കുറ്റം പറഞ്ഞ് ആരെങ്കിലും ഒത്തിക്കൂട്ടി അവന് ലഭിക്കേണ്ട പദവി തട്ടിയെടുക്കാൻ വേണ്ടി അല്ലാതെ ചിന്തയാക്കുന്നതിന് ഫലം കായ്പാനാണ്. ശുശ്രൂഷയിൽ കഴിവുള്ളവരുടെ ശുശ്രൂഷയുടെ അവസരം നഷ്ടപ്പെടുത്തി നീ കയറിയിരുന്നത് സ്റ്റേജിൽ കയറി ലാലാപാല പാടാൻ വേണ്ടി എല്ലാ ദൈവം മുന്നെയാക്കി ഫലം കായ്പാൻ വേണ്ടിയാണ്. ഫലം കായ്ക്കുവാൻ കഴിയുന്നു ചോദിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ഫലമാ കായ്ച്ചത്?
യശയ്യാപ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് തന്റെ തോട്ടത്തിന് വേണ്ടി എല്ലാ ക്രമീകരണം ചെയ്ത ശേഷമായ ഒടുവിൽ ഫലം കായ്ക്കണനായി കാത്തിരുന്നപ്പോൾ കാഴ്ചത് കാട്ടുമുന്തിരിങ്ങ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതിരെ മാനുഷികമായി ചിന്തിച്ചു നോക്കിയാൽ തിരുവചനം എടുത്ത് ഒരു ജനത്തിന്റെ മധ്യ ശുശ്രൂഷിപ്പാനോ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ച സാക്ഷി എന്ന് പറയുവാനോ കഴിയാത്ത നിലകളിൽ ജീവിച്ച ഇടങ്ങുന്ന അവന്റെ സ്നേഹത്താൽ കൃപയാൽ കരുണയാൽ അതിനെ വിളിച്ചവൻ വേർതിരിപ്പാനിടയായി തീർന്നു. ഇനി അവന്റെ ഒരു ഉത്തമ സാക്ഷിയാക്കി തീർത്തു, അവനെ മകനാക്കി തീർത്തു, മകളാക്കി തീർത്തു, അവന്റെ ഒരു ശുശ്രൂഷനാക്കി തീർത്തു, അവന്റെ അജഗണങ്ങളെ പാലിക്കുന്ന ഒരു പാസ്റ്ററാക്കി ഇടയനാക്കി ഇതിനെ തീർത്തു. അല്ല, ഓരോ കുറച്ച് സഭകളെയും വിശ്വാസന്മാരെയും ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു നേതാവാക്കി ഇതിനെ മാറ്റുണ്ടായി തീർന്നു. ചോദിക്കട്ടെ, ഫലം കായ്ക്കുന്നുണ്ടോ? ഫലം കായ്ക്കുവാൻ കഴിയുന്നുണ്ടോ? എന്ത് ഫലമാ കായ്ക്കുന്നത്? തോട്ടത്തിന്റെ യജമാനൻ സൽഫലം കായ്ക്കുന്നത് നോക്കി വരുമ്പോൾ കാഴ്ചയിടുന്നത് ദുഷ്ഫലങ്ങളാണെങ്കിൽ അയ്യോ, യജമാനൻ നിരാശനാകും, വെട്ടിക്കളയുവാനാണ്. ആരെയും ബോധിപ്പിക്കാനല്ല, സ്വയമായത് പരിശോധിക്കുവാൻ, സ്വയമായത് ശോധന ചെയ്യുവാൻ, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അവനിലേക്ക് നോക്കുവാൻ ഇടവരട്ടെ. മറ്റു പലരെയും കുറ്റം നാം നടന്നിട്ടുണ്ട്. അവൻ അങ്ങനെയാ, അവൾ ഇങ്ങനെയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം നമ്മിലേക്ക് നോക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലരുടെ ജീവിതത്തില് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസമെങ്കിലും ജീവിതത്തില് കർത്താവ് എന്നിൽ ഒരു യഥാർത്ഥ മാനസാന്തരം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവരെ തുടരണമേ, ഇവരെ തുടരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്നെ തുടർന്ന് പ്രാർത്ഥിക്കുന്ന ധൈര്യം വരാറുണ്ടോ? ജീവിതത്തില് ഫലം കായ്ക്കണം, ഫലമുള്ളവരായി കാട്ടുമുന്തിരിങ്ങ കായ്ച്ചൊരു അനുഭവമല്ല, സൽഫലം കായ്ക്കുവാനായി ഏൽപ്പിച്ചു. എങ്ങനെയാ ഒരു വ്യക്തിക്ക് സൽഫലം കാണിക്കാൻ കഴിയുന്നത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഫലം കായ്ക്കാൻ താല്പര്യമുണ്ട്, കഴിയുന്നില്ല. ആത്മാർത്ഥമായി കർത്താവിന്റെ ഫലം കായ്പാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതിനൊരു ലളിതമായ വഴിയുടെ പറഞ്ഞത് ഇനി ഈ വിഷയം അവസാനിപ്പിക്കാം. വചനം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നടക്കാതെ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ജീവിക്കുന്ന വ്യക്തി, അവൻ യഹോവയുടെ ന്യായപ്രമാണത്തെ രാവിലെ ധ്യാനിച്ച് ജീവിക്കുന്ന വ്യക്തിയെങ്കിൽ അവൻ നാട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇരവടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പൊ തക്കകാലത്ത് ഫലം കായ്ക്കാൻ കഴിയണമെങ്കിൽ ദുഷ്ടന്റെ ആലോചനയെ തിരസ്കരിക്കുവാൻ ധൈര്യം കാണുന്നു. പാപവഴികളിൽ നടപ്പാതിരിപ്പാൻ തീരുമാനിക്കണം. പരിഹാസത്തെ ഇരിപ്പെടുത്തി ഇരിക്കുവാൻ ശ്രമിക്കും. ആത്മീയർ എന്ന് പറയുന്നവർ പോലും ദൈവമക്കളെന്ന് പറയുന്നവരുടെ പേരിൽ കുറ്റം പറഞ്ഞ് കൂട്ടം കൂടുമ്പോൾ നമ്മൾ കൂടി സപ്പോർട്ട് ചെയ്യാൻ പോകരുത്. ഒരു ചെറിയ പദവിയോ ചെറിയ നേട്ടം കിട്ടും വിചാരിച്ചത് നമ്മൾ അനീതിക്ക് കൂട്ടുപിടിക്കാൻ പോകരുത്. വാചന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുന്ന ഏതൊരു കാര്യം ദുഷ്ടന്റെ ആലോചനയാണ്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇവിടെ ഒന്ന് പറയുന്നത് ആരാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വിരോധമായി ദൈവിക പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ആഹ്വാനം നൽകുമ്പോൾ അത് അനീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴിയുവാൻ കഴിയണം. അങ്ങനെ ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. ഇവിടെ താൽക്കാലം ലഭിക്കുന്ന സ്ഥാനത്തിന്റെയും പദവിയുടെയും പേരിൽ എത്രയോ വിശുദ്ധന്മാർക്കെതിരെ ആത്മീയർ എന്ന് പറയുന്നവർ എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു കൊടുക്കുന്നു, എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു.
ഓർക്കുക, അവനൊരുവിടെയുമുണ്ട്. അവൻ മറ്റൊരുവന്റെ നടുതലയാണ്, അവൻ മറ്റൊരുവന്റെ മുതലാണ്. അത് കെടുവരുത്തിയാൽ നിന്നോട് ചോദിക്കുവാൻ അവനൊരു ഉത്തരവാദിയുണ്ട്. മനസ്സിലാക്കുക. കുറവുകളെ കണ്ടുപിടിക്കുക, ദൈവസം ഏറ്റു പറയുക, ഉപേക്ഷിക്കുക, സൽഫലം കായ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അതിലൊരു പദവി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സൽഫലം കായ്ക്കുക. ഒന്ന് രണ്ട് അവസരങ്ങൾ കുറഞ്ഞാലും കുഴപ്പമില്ല, സൽഫലം കായ്ക്കുക. അല്ലെങ്കിൽ പട്ടിണി കിടന്നാലും സൽഫലം കായ്ക്കുക. അനീതിയുടെ കൂലി കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളെക്കാൾ, ഉയർച്ചകളെക്കാൾ, പദവികളെക്കാൾ, സാമ്പത്തിക നന്മകളെക്കാൾ നല്ലത് കർത്താവിന്റെ വചനപ്രകാരം ജീവിതത്തിൽ ലഭിക്കുന്ന പട്ടിണി എന്ന് കാണാൻ കഴിയണം. ഒരു പദവി ലഭിച്ചില്ലെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിൽ നിന്ന് വിളിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി ജീവിതത്തിൽ ലഭിച്ചു കൊടുക്കുക. തോട്ടത്തിന്റെ യജമാനൻ ഫലം തേടി വരുവാൻ സമയമായി. ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിച്ച്, കുറവുകളെ കണ്ടുപിടിച്ച്, ഏറ്റുപറഞ്ഞ്, ഉപേക്ഷിച്ച് സൽഫലം കായ്ക്കുന്ന വ്യക്തികളായി തീരുവാൻ, കുടുംബങ്ങളായി തീരുവാൻ, സഭകളായി തീരുവാൻ, സമൂഹമായി, പ്രസ്ഥാനമായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതാണ്. കോടാലി പോകുന്നതിന് മുമ്പേ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉപദേശിച്ചു. പക്ഷെ ലോകം നോക്കുമ്പോൾ നീ ക്രിസ്തീയ തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നേതാവായിരിക്കാം, സെൻട്രൽ പാസ്റ്റർ ആയിരിക്കാം, ലോക്കൽ പാസ്റ്റർ ആയിരിക്കാം, സെൻട്രലിന്റെ സെക്രട്ടറി ആയിരിക്കാം, ട്രഷറർ ആയിരിക്കാം, പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയോ ട്രഷറോ ഒക്കെ ആയിരിക്കാം. ഏതൊരു പദവിയുമാകട്ടെ, ഏതൊരു സ്ഥാനവുമാകട്ടെ, ദൈവം അറിയുന്നത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നുണ്ടോ, ദൈവത്തിൽ നീ വിശ്വസ്തനാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് ലഭിച്ച സ്ഥാനത്തേക്കാൾ, പദവികളെക്കാളൊക്കെ വലുത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാകിയാൽ സഹായിക്കട്ടെ. ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ചേർന്നിട്ടാണ്. ആരെയും ബോധിപ്പിക്കാനല്ല, നമുക്ക് ഈ നാളുകൾ കർത്താവിന്റെ ഫലം കായ്ക്കാൻ ഏൽപ്പിച്ചു. പരിശുദ്ധനായ ദൈവമേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമീപം ഏൽപ്പിച്ച് പ്രാർത്ഥന. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലേത് നിലയിൽ ഇടപെട്ടെങ്കിൽ കുറവുകളെ ചൂണ്ടിക്കാണിച്ചത് അത് തിരുത്തി വിജയപ്രദമായി ജീവിപ്പാൻ സഹായിക്കുമ്പോഴാണ് എന്ന് പ്രാർത്ഥന. ഞങ്ങൾക്ക് ലഭിക്കുന്ന പദവികൾ, ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, സ്ഥാനങ്ങൾ, അധികാരങ്ങളൊക്കെ ആ നീതിയോട് നിന്നിട്ട് ലഭിച്ചതാണെന്ന് പരിശോധിക്കുവാൻ, അതിൽ അനീതിയുടെ കണികളുണ്ടെങ്കിൽ ഏറ്റുപറയാൻ, ഉപേക്ഷിപ്പാൻ, അനീതിക്ക് ഫലമായി ലഭിക്കുന്നതൊക്കെ ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾ നൽകുമ്പോഴാണ് പ്രാർത്ഥന. യജമാനൻ വരുമ്പോൾ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി ഞങ്ങളെ കാണുന്ന സഹായിക്കുമ്പോഴാണ് പ്രാർത്ഥന. ഇതെല്ലാം നീ അനുഗ്രഹിക്കുന്നതാണ്. താമസിച്ചാൽ കർത്താവിന്റെ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന ഉത്തമ മാതൃക വിശ്വാസമായി തീരുവാനുള്ള സഹായിക്കുമ്പോഴാണ് പ്രാർത്ഥന. ഈ കുടുംബങ്ങൾ നീ സഹായിക്കുന്നു, ഈ പ്രസ്ഥാനം നീ സഹായിക്കുമ്പോൾ പ്രാർത്ഥന. ഞങ്ങൾക്ക് ഒപ്പമുള്ള വിശ്വാസികളെ, ശുശ്രൂഷകന്മാരെ ഭാവിയെ ഞങ്ങൾ ഉപദ്രവിക്കുന്നവരായിട്ടല്ല, അവർക്ക് പ്രോത്സാഹനമായി തീരുവാൻ, ഒരു സഹായമായി തീരുവാൻ, അവർക്ക് ആശ്വാസമായി തീരുവാൻ സഹായിക്കുമ്പോഴാണ് പ്രാർത്ഥന. സമൂഹത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിച്ച പ്രാർത്ഥന അനുഗ്രഹിച്ചു. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ആത്മീയമായിട്ട് ഭൂമിയുടെ പ്രായപ്പനും സഹായിക്കണം. ശേഷം കൃപയിൽ വളരുവാൻ സഹായിക്കുമ്പോഴാണ് പ്രാർത്ഥന. യേശുനാമത്തിൽ നിങ്ങളെ ക്ഷമയോടെ സന്ദേശം ശ്രമിച്ചതിനായി നന്ദി പറഞ്ഞു. നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നിങ്ങളെ പരിചയപ്പെടുത്തുക, ഇനി ഓർത്ത് പ്രാർത്ഥിക്കുക. പല വിധങ്ങളെയും വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ഇതിനെ സഹായിക്കുമ്പോഴാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനാംശങ്ങളുണ്ടെങ്കിൽ ദയവായി വിളിക്കുക. ഫോൺ നമ്പർ 94 46 620 645 94
46 620 645. ഈ സന്ദേശം നിങ്ങൾക്ക് ഏതെങ്കിലും നിലകളിൽ അനുഗ്രഹമായെങ്കിൽ ദയവായി ഞങ്ങളെ വിളിച്ച് ഒരു നല്ല വാക്ക് പറയുന്നത് പ്രോത്സാഹനമായിരിക്കും. ഇതിലെന്തെങ്കിലും ന്യൂനതകൾ കണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിച്ച് പറയുക. ഞങ്ങൾ തിരുത്തലിനൊരു കാരണമാണ്.